Hi, Nikki. Do you want to hear a joke? Of course, Bunny. I love your jokes. What do you have for me today? ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലത്തെ എത്ര ആനിമേഷൻ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ വരുന്നത് ഗ്രാവിറ്റി റൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് സ്ക്രിപ്റ്റ് വേണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ഇവിടെ സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കിഡ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ്, സ്ക്രിപ്റ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി അവിടെ നമ്മൾ കിഡ്സ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ കിഡ്സ് വീഡിയോ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ വേണ്ടത് ഫൺ ആൻഡ് ജോക്കായിട്ടുള്ള നമുക്കൊരു വീഡിയോ ആണ് വേണ്ടത്. അതിനുശേഷം അവർ ചോദിക്കുന്നുണ്ട് എങ്ങനത്തെയാണ് നമുക്ക് ജോക്സ് എന്നുള്ള സെലക്ട് ചെയ്യാം. അതിനുശേഷം അവരിവിടെ നമ്മളോട് ചോദിക്കും നമുക്ക് എത്ര വയസ്സുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്, അത് നമ്മളവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ആ ക്യാരക്ടർ, നിങ്ങളുടെ ആ കഥയ്ക്ക് വേണ്ടിയുള്ള ക്യാരക്ടറിൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ 2 ക്യാരക്ടറിൻ്റെ പേര് കൊടുത്ത് അതിനുശേഷം എത്ര മിനിറ്റിൻ്റെ ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 1 മിനിറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നേരത്ത് ഒരു ഫുൾ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഫുൾ ഡയലോഗ്, ഓരോ ക്യാരക്ടറിൻ്റെ പേര് നമ്മൾ സെലക്ട് ചെയ്ത പേര് വെച്ചുള്ള ഡയലോഗുകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡയലോഗ് നമുക്ക് ഒരു ഓഡിയോ ഫയലാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് ഓഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നറക്കിറ്റ് എന്ന് പറയുന്ന സൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഡയലോഗ് ഇവിടെ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത ശേഷം ഞാൻ നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വരികയാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് അത് ഞാൻ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്നത് കോപ്പി ചെയ്തെടുക്കാം. അത് കോപ്പി ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മുടെ ഓഡിയോ ആക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമുക്കത് കൺവേർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ നറക്കിറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് മലയാളത്തിൽ ഓഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സൈനപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ന്യൂ ഓഡിയോ എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അവിടെ ഓട്ടോമാറ്റിക് ഇംഗ്ലീഷ് ആയിട്ടായിരിക്കും കിടക്കണം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാത്തും ഇവിടെ മലയാളം, നിങ്ങൾക്ക് എല്ലാ ലാംഗ്വേജിലും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇതിനകത്ത് മലയാളം സെലക്ട് ചെയ്യുക. മലയാളം സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് വോയിസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഈ മെയിൽ വോയിസ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയോ ഫയൽ ഡൗൺലോഡായി വന്നു ഫസ്റ്റ് ഡയലോഗിൻ്റെ. ഇനി ഇതുപോലെ നിങ്ങൾക്ക് സെക്കൻഡ് ഡയലോഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫീമെയിൽ വോയിസ് ആണെങ്കിൽ ഫീമെയിൽ വോയിസിൻ്റെ സെക്കൻഡ് ക്യാരക്ടറിൻ്റെ ഫീമെയിൽ വോയിസും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോ ഡയലോഗും ജസ്റ്റ് ഇതുപോലെ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ചാനലാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ആനിമേഷൻ ഇംഗ്ലീഷ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ തന്നെ അത് നറക്കിട്ടോ അല്ലെങ്കിൽ 11 ലാബ്സോ ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ക്യാരക്ടറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി അഡോബ് എക്സ്പ്രസ്സിലാണ് വരുന്നത്. അഡോബ് എക്സ്പ്രസ്സിൽ വന്ന ശേഷം ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നേരത്ത് ഇവിടെ നമുക്ക് ആനിമേഷൻ ഫ്രം ഓഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളൊരു ക്യാരക്ടറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാരക്ടർ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏത് ക്യാരക്ടേഴ്സ്, എങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടേഴ്സാണ് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 2 ക്യാരക്ടറാണ് വേണ്ടത്. ആ സ്റ്റോറിക്കകത്ത് 2 ക്യാരക്ടർ. അപ്പോൾ ഞാൻ 2 ക്യാരക്ടറിനെ ഞാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഓഡിയോ ക്യാരക്ടർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ഞാൻ ഗ്രീൻ സ്ക്രീൻ ആക്കി, കാരണം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒന്നിലെ സൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ സൗണ്ട് ഓൾറെഡി ഫയൽ ഉണ്ടെങ്കിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ഫയലുണ്ട്, നമ്മൾ സൗണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ ഫയൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഫസ്റ്റ് ഡയലോഗ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ഫയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ആദ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡയലോഗ് ഡൗൺലോഡായി വന്നിട്ട് ഫസ്റ്റ് ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് ഡയലോഗ്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ക്യാരക്ടറിന് വേണ്ടി ക്യാരക്ടർ ചേഞ്ച് ചെയ്യുകയാണ്. ജസ്റ്റ് ഞാനിപ്പോൾ 2ാമത്തെ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് അതിനുശേഷം ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അതും ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ എല്ലാ ക്യാരക്ടറിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ വേറെ അതേ ക്യാരക്ടർ വെച്ച്, അതായത് സൗണ്ട് ഒന്നും ഇല്ലാതെ റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ വർത്താനം പറയുമ്പോൾ മറ്റേ ക്യാരക്ടർ മിണ്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിന് വേണ്ടിയാണത്. അതിനുശേഷം നമ്മൾ ക്യാൻവ വന്ന ശേഷം നമ്മൾ ക്രിയേറ്റ് എ ബ്ലാങ്ക് പേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി എലമെൻറ്റ്സ് ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ ഏത് ക്യാരക്ടറാണോ അതിന് ബേസിലുള്ള ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ട്രീയുടെ ഇത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സെറ്റസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പം ആ വീഡിയോയ്ക്ക് ഫുള്ളായിട്ടുള്ള, അതായത് ലോങ് വീഡിയോയ്ക്ക് ഫുള്ളായിട്ടുള്ള രീതിയിൽ ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആനിമേഷൻ ട്രീയോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എലമെൻറ്റ്സിനകത്ത് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ട്രീസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ എങ്ങനെ വേണം എന്നുള്ളത് അതിനകത്ത് തന്നെ ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ എല്ലാം ഇതിനകത്ത് ഓരോ എലമെൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ട എലമെൻറ്റ്സൊക്കെ ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുക. കാരണം ക്യാൻവയെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല ക്യാൻവയെക്കുറിച്ച്. അപ്പോൾ ക്യാൻവ ഞാൻ ഓരോ ക്യാരക്ടർ ആഡ് ചെയ്ത ശേഷം ഓരോ എലമെൻറ്റ്സ് ആഡ് ചെയ്ത ശേഷം ഇവിടെ MP4 ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് MP4 ആണ്. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിലിമോറ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇതാണെങ്കിലും ഇപ്പോൾ മൊബൈലിലാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് മൊബൈലിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എഡിറ്റിംഗ് ടൂളിലേക്ക് വരിക. എഡിറ്റിംഗ് ടൂളിലേക്ക് വന്ന ശേഷം നമ്മൾ ഇതിനകത്തേക്ക് എല്ലാ ഫയലും ആഡ് ചെയ്യുക. അതായത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഫയലെല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് വീഡിയോയും ക്യാരക്ടറിൻ്റെ ഓരോ ക്യാരക്ടർ പറയുന്ന ഡയലോഗിൻ്റെ വീഡിയോസും ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഫസ്റ്റ് ഡയലോഗ് പറയുന്ന അത് ആഡ് ചെയ്യാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആഡായി ഇനി ഫസ്റ്റ് ഡയലോഗ് പറയുന്ന ആ ക്യാരക്ടറിനെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് അത് ഡ്രാഗ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇനിയിപ്പം ഇത് ഇപ്പോൾ ഒന്ന് കാണാൻ സാധിക്കുന്ന കണ്ടോ ഗ്രീൻ സ്ക്രീനാണ്, അത് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനെ ഫ്ലിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ, അതായത് അതിൻ്റെ ഫേസ് ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അത് നമുക്ക് അതിൻ്റെ ഫേസ് ഡയറക്ഷൻ നമുക്ക് ഓപ്പോസിറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ആ ഗ്രീൻ സ്ക്രീൻ മാറ്റാം. ഇപ്പം എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്തപ്പം അവിടെ ഇമേജ് നമ്മുടെ ആ ഇമേജ് അല്ല ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഡയലോഗ് പറയുന്ന വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഞാൻ ഇത് സൈസ് ഒന്ന് ചെറുതാക്കുകയാണ്. സൈസ് ചെറുതാക്കി ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഫേസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കണം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്ത് ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫേസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഫ്ലിപ്പ് എന്നുള്ള നിങ്ങൾ ഓരോ എഡിറ്റിംഗ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റിങ്സ് നോക്കുക. ഞാൻ ഫ്ലിപ്പ് ചെയ്തപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കണ്ടോ, അത് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുന്നതായി. അവിടെ ഇനി നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടർ, അതായത് ഈ ക്യാരക്ടർ പറയുമ്പോൾ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത, അതായത് സൗണ്ട് ഒന്നും ഇല്ലാതെ റെക്കോർഡ് ചെയ്ത രണ്ടാമത്തെ ക്യാരക്ടർ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് ക്യാരക്ടർ പറയുന്ന രണ്ടാമത്തെ ക്യാരക്ടർ കേൾക്കുന്ന രീതിയിലുള്ള ഇത് വരുന്നതായിരിക്കും. അതിനുവേണ്ടി രണ്ടാമത്തെ ആഡ് ചെയ്ത് ശേഷം അതിൻ്റെയും ഗ്രീൻ സ്ക്രീൻ ഇതുപോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്ത ശേഷം എന്തുമാത്രം പാർട്ട് വേണമെന്നുള്ളത് നിങ്ങൾ നോക്കുക. അത്തരം പാർട്ട് നമ്മൾ ഇതിനകത്ത് വെച്ച ശേഷം അതിൻ്റെയും ഡ്രാഗ് ചെയ്ത് നമ്മൾ സൈസ് എന്തൊരു സൈസ് വേണോ അത് നിങ്ങൾക്ക് ആ സൈസിനനുസരിച്ച് അത് ഡ്രാഗ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അതിന് ശേഷം നെക്സ്റ്റ് ക്യാരക്ടർ ഡയലോഗ് പറയുന്ന അത് നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് എത്ര വേണമെങ്കിലും ഫ്രീ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനത്തെ ആനിമേഷൻ കിഡ്സിൻ്റെയൊക്കെ ചാനൽ ആൾക്കാർ ഒരുപാട് കാണുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾ ഓരോരോ ഫണ്ണി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തൂടെ ആഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് ചെയ്യാൻ നമ്മൾ ആ തുടക്കം കണ്ട പോലത്തെ നമുക്ക് ഇത് കിട്ടുന്നതായിരിക്കും ആനിമേഷൻ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.